ആശാവർക്കർമാരുടെ വിഷയവും അംഗനവാടി ടീച്ചർമാരുടെ വിഷയവും അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ ആ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ നിയമസഭയിൽ മന്ത്രിമാരുടെ മറുപടി പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു ധനാഭ്യർത്ഥന ചർച്ചയുമായി ബന്ധപ്പെട്ട്. ആ ധനാഭ്യർത്ഥന ചർച്ചയിൽ മന്ത്രിമാരുടെ മറുപടി കേൾക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങുകയാണ് ചെയ്തത്. അവിടെ നിന്നും പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നും പ്രകടനമായി ആശാവർക്കർമാരുടെ പന്തലിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ MLA-മാർ എത്തി. MLA-മാർ ഇവിടെ എത്തി അഭിവാദ്യം അർപ്പിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുമ്പോഴാണ് ഡൽഹിയിൽ നിന്നും ഒരു വാർത്ത വരുന്നത്. ഡൽഹിയിലേക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായി പോയ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് അപ്പോയിൻമെന്റ് കിട്ടിയില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അപ്പോയിൻമെന്റ് കിട്ടിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ആശാവർക്കർമാരുടെ പ്രതികരണം കൂടി തേടുകയാണ്. നിരാഹാരം കിടക്കുന്ന സമരസമിതി ജനറൽ സെക്രട്ടറി ബിന്ദു ഉണ്ട്. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയിരുന്നു. സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞു. അതിനുശേഷം കേന്ദ്രത്തിന്റെ ഒരു അനുകൂല നിലപാട് തേടി ഡൽഹിക്ക് പോയി. പക്ഷേ കേന്ദ്രമന്ത്രിയെ കാണാൻ പോലും ഇതുവരെയും സമയം കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ കാണും എന്നുള്ളതാണ്. ഇപ്പോഴെന്തായാലും ആരോഗ്യമന്ത്രി കേരളത്തിലോട്ട് തിരിക്കുകയാണ്. അത് അതിനനുസരിച്ച് സമയം കിട്ടുന്നതനുസരിച്ച് പോയി കാണട്ടെ. നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് നേരത്തേക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടല്ലേ സാധാരണ പോകേണ്ടത്. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓണറേറിയമാണ്. അത് കേന്ദ്രവുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് നമുക്കറിയത്തില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, കേന്ദ്രം കൊടുക്കുന്നതിനകത്ത് നിന്നാണ് ഓണറേറിയം തരുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് പറയുമ്പോഴത്തേക്ക് മിനിസ്റ്റർ പറയുന്നത് കണ്ടോ, കേന്ദ്രത്തോട് ചോദിക്കുന്നില്ല സംസ്ഥാനത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമാണെന്നാണ്. ഇത് എന്ത് രാഷ്ട്രീയമാണ്? മിനിസ്റ്റർ ആദ്യമേ എന്താണ് രാഷ്ട്രീയം എന്ന് പഠിക്കട്ടെ. എന്താണ് രാഷ്ട്രീയം, എന്താണ് തൊഴിൽ സമരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് നടത്തുന്നത്, എങ്ങനെയാണ് ഡിമാൻഡ് സെറ്റിൽ ചെയ്യുന്നത്, അതൊക്കെ മിനിസ്റ്റർ ഒന്നുകൂടെ പഠിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമരസമിതി നേതാവായ ബിന്ദു പറഞ്ഞ കാര്യം ഇന്ന് നജീബ് കാന്തപുരം സഭയിൽ പറഞ്ഞിരുന്നു. അത് വലിയ ചർച്ചയ്ക്കും വഴിവെച്ചു. ഏത് സമരത്തിൻ്റെ മുന്നിൽ നിന്നാണ് വീണ ജോർജ് ഈ മന്ത്രിയായത് എന്നുള്ള ചോദ്യമായിരുന്നു നജീബ് ചോദിച്ചത്. അപ്പോൾ മന്ത്രി പി രാജീവ് അതിന് മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമരമുഖത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ മന്ത്രിയാകാൻ പറ്റൂ എന്നൊന്നില്ലല്ലോ എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിരുന്നു. ഇപ്പോൾ ഈ വിഷയം ഈ സമരസമിതി പ്രവർത്തകർ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇവിടെ ഈ സമരം തുടരുകയാണ്. ഈ സമരം എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് സമരസമിതി നേതാക്കൾക്കോ അല്ലെങ്കിൽ എവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് സർക്കാരിനൊന്നും ഒരു വ്യക്തതയുമില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഒരു വിഷയത്തിലും ഉണ്ടാകുന്നില്ല. ഇന്നലെ 2 ചർച്ചകൾ നടന്നു. NHM ഡയറക്ടർ അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി. ഈ 2 പേരുടെ ചർച്ചകളിലും ഒരു വിധത്തിലുള്ള തീരുമാനവും ഉണ്ടാകാതെ പിരിഞ്ഞു. സമരം അവസാനിപ്പിക്കണമെന്ന ഒറ്റ കാര്യം മാത്രം ഈ സമരസമിതി പ്രവർത്തകരോട് പറയുക മാത്രമാണ് മന്ത്രി ചെയ്തത്. അതിനുശേഷമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കാനായി പോയത്. പക്ഷേ അതും നടന്നില്ല. ഇപ്പോൾ 3 പേരുടെ നിരാഹാര സമരം ഇവിടെ തുടരുകയാണ്. ഇന്ന് 11 മണിക്ക് തുടങ്ങിയ നിരാഹാര സമരമാണ്. ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ രാപ്പകൽ സമരം, ഉപരോധ സമരം, കുടുംബസംഗമം തുടങ്ങിയ സമരരീതികളാണ് പയറ്റിയിരുന്നതെങ്കിൽ ഏറ്റവും കടുത്ത സമരമുറ എന്നുള്ള നിലയിലേക്ക്, ഗാന്ധിയൻ സമരമാർഗം എന്നുള്ള നിലയിലേക്ക് നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3 ആളുകളാണ്, സ്ത്രീകളാണ്. അവർ നിരാഹാരം കിടക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ എത്ര സമയം അവർക്ക് ഇങ്ങനെ കിടക്കാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട്. എങ്കിലും തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ ഒരു വിധത്തിലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ആശമാർ പ്രഖ്യാപിക്കുകയും തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുകയും കേന്ദ്രം സംസ്ഥാനത്തോട് ചോദിക്കൂ എന്നുള്ള കാര്യം പറയുകയും ചെയ്യുമ്പോൾ എന്താകും ഈ സമരത്തിന്റെ ഭാവി, എവിടെ ചെന്ന് അവസാനിക്കും ഈ സമരം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും വിവരങ്ങൾ പങ്കുവെച്ച